Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. TOB പഠന പരമ്പരയുടെ 16ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ വിഷയം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ചില ചോദ്യങ്ങളും ചില എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ വിവാഹത്തെക്കുറിച്ചും സെക്ഷൽ യൂണിയനെക്കുറിച്ചുമുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് കൃപയൊഴുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് തിയോളജി ഓഫ് ദ ബോഡിയുടെ, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠയായ വക്താവ്. അമ്മയില്ലാതെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ഈ അമ്മ ഇവിടെ സന്നിഹിതയാണ്. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വെരി ഗുഡ്. ഇപ്പോഴേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു വിവാഹത്തിന് 4 വാഗ്ദാനങ്ങൾ നമ്മുടെ ക്രിസ്തീയ വിവാഹത്തിന് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ഫ്രൂട്ട്ഫുൾ, ടോട്ടൽ. സ്വതന്ത്രമായി, വിശ്വസ്തമായി, സമ്പൂർണമായി, ഫലദായകമായി. അപ്പോൾ ഈ 4 വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. അതെന്താണ്, അതിനെ ചുറ്റി എന്താണ് അതിൽ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നു വ്യക്തമായിട്ട് ഇത് ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഈ 4 ക്വാളിറ്റി നമുക്കിവിടെ ശ്രദ്ധിക്കുക. ഈ 4 ക്വാളിറ്റി നമ്മൾ എടുക്കുന്ന വിവാഹ വാഗ്ദാനം ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു. എന്താണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതയെന്ന് നമ്മൾ കണ്ടു. സ്വയം ദാനമായി പരസ്പരം പങ്കുവെക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡാണ് ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. അപ്പോൾ ഈ കാരണത്താലാണ് എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ വിവാഹത്തെക്കുറിച്ച് വളരെ വിദഗ്ധമായിട്ട് ഉപദേശിച്ചതിന് ശേഷം അദ്ദേഹം അവസാനം പറയുകയുണ്ടായി, ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാവുകയില്ല. വിവാഹത്തെക്കുറിച്ച് സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരും, 1 ഫ്ലഷ് യൂണിയൻ, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്, അതിനെ കൂട്ടിച്ചേർത്താണ് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തു ഈ 4 ക്വാളിറ്റിയിലാണ് സഭയെ. അപ്പം ക്രിസ്തുവാകുന്ന മണവാളൻ തൻ്റെ മണവാട്ടിയെ സ്നേഹിച്ചത് ഈ 4 പ്രത്യേക ഗുണങ്ങളിലാണ്. നമുക്കൊന്നുകൂടെ അവിടോട്ട് നോക്കാം. സ്വതന്ത്രം, വിശ്വസ്തം, സമ്പൂർണം, ഫലദായകം. അപ്പോൾ ഈ 4 ക്വാളിറ്റിയിലാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. ഇപ്പോഴേ എങ്ങനെയാണ് ഈ 4 ക്വാളിറ്റിയിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നമുക്ക് ചുരുക്കമായിട്ട് നമുക്കൊന്ന് കാണാം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വയം ദാനമായി ഞാൻ എന്നെ തന്നെ നിനക്കായി പൂർണ്ണമായും സ്വതന്ത്രമായും വിശ്വസ്തയോടെ ഫലദായകമായ വിധത്തിൽ നൽകുന്നു എന്ന സന്ദേശമാണ്
ലൈംഗിക സംയോഗത്തിലൂടെ വെളിപ്പെടുന്നത്. സെക്ഷൽ യൂണിയനിലൂടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ അവർ വെളിപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഞാൻ സ്വതന്ത്രമായി, സമ്പൂർണമായി, വിശ്വസ്തയോടെ, ഫലദായകമായി എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് ഭർത്താവ് ഭാര്യയോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറയും. സ്നേഹത്തിൻ്റെ എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. കൊടുക്കലും വാങ്ങിക്കലും, സ്വയം ദാനമായി ബോഡി ലാംഗ്വേജിലൂടെ, ശരീരത്തിൻ്റെ ഭാഷയിലൂടെ ഈ 4 പ്രധാനപ്പെട്ടതായ നമ്മുടെ വിവാഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണ് സെക്ഷൽ യൂണിയൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇവിടെ. ഇത് വളരെ ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇത് വളരെ ഫൗണ്ടേഷണലായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ക്ലിയറാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. സ്ലൈഡ്. ക്രിസ്തു മണവാളനാണ്. നമ്മുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. നമുക്കൊന്ന് വായിച്ചേ. മണവാട്ടിയായ സഭയെ ആരെങ്കിലും ഒരാൾ മൈക്കിലൂടെ വായിക്കാവോ? മണവാട്ടിയായ സഭയെ ക്രിസ്തു എപ്രകാരമാണ് സ്നേഹിച്ചത്, സൗജന്യമായും സമ്പൂർണമായും വിശ്വസ്തയോടെ ഫലദായകമായ വിധത്തിൽ. ഫലദായകമായ വിധത്തിൽ, സ്വതന്ത്രമായി, സമ്പൂർണമായി, വിശ്വസ്തയോടെ, ഫലദായകമായ വിധത്തിലാണ് ക്രിസ്തു എന്ന മണവാളൻ തൻ്റെ മണവാട്ടി സഭയെ, അതായത് നമ്മളെ സ്നേഹിച്ചത്. നമുക്ക് അടുത്ത വിഷ്വൽ കാണാം. സ്വതന്ത്രമായി എങ്ങനെയാ ക്രിസ്തു സ്നേഹിച്ചു എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഒരു സ്ക്രിപ്ചർ പാസേജ് നമ്മളിവിടെ എടുത്ത് പറയുകയാണ്. ആരും എന്നിൽ നിന്ന് അത് പിടിച്ച് എടുക്കുകയില്ല, അത് ഞാൻ സ്വമനസാ സമർപ്പിക്കുകയാണ്. തൻ്റെ ജീവൻ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് താൻ സ്വമനസ ആണ്. ആർക്കും അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. നമ്മളുടെ യോഗ്യത കണ്ടുകൊണ്ടാണോ? അല്ല. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചില്ലേലും ദൈവം നമ്മളെ സ്നേഹിക്കുമോ? സ്നേഹിക്കും. ഇനിയും നമ്മൾ ദൈവത്തെ വേണ്ട എന്ന് തള്ളിക്കറഞ്ഞ് നമ്മുടെ വഴിക്ക് പോയി കഴിഞ്ഞാലും ദൈവം നമ്മളെ സ്നേഹിക്കും സ്വതന്ത്രമായി. ഇനി ആരെങ്കിലും പറയുകയാ സ്വർഗത്തില്, നീ ആ ബാബുവിനെ ഇനി സ്നേഹിക്കേണ്ട, അവനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചേരെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അത് ചെയ്യുവാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. അപ്പൊ ദൈവം വ്യവസ്ഥയില്ലാതെ നമ്മൾ പാപം ചെയ്തു പോയാലും, നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിനെതിരായി എന്തെല്ലാം ചെയ്താലും, ഇനി ദൈവത്തിൽ വിശ്വസിച്ചില്ല എങ്കിൽ പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. ഈ സത്യം ഒരു വലിയ സത്യമാണ്. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിത് സംഗ്രഹിച്ചു കൊള്ളുക. നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും, നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്നതിൽ അങ്ങേ അറ്റം എല്ലാ തിന്മകൾക്കും അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും, നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം പോലും കുറയുകയില്ല. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ക്രിസ്തു സ്വതന്ത്രമായി സ്നേഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി തൻ്റെ കുരിശും മരണവും ഉയർത്തെഴുന്നേൽപ്പും വഴി ഈ ലോകത്തിലൂടെ കടന്നുപോയത്. ഇനിയും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വിഷ്വലിലേക്ക് വീണ്ടും നോക്കുക. സമ്പൂർണമായി ക്രിസ്തു തൻ്റെ മണവാട്ടിക്ക് തന്നെ നൽകി. സമ്പൂർണമായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ അവിടുന്ന് ആയിത്തീർന്നു. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു,
ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. സമ്പൂർണമായി തൻ്റെ മണവാട്ടിക്ക് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന, ഒന്നും പിടിച്ചു വയ്ക്കാതെ, യാതൊരു റിസർവേഷനുമില്ലാതെ എല്ലാം തനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ അവിടുന്ന് കൊടുത്തുകൊണ്ട് തൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുകയാണ്. അതുമാത്രമല്ല, താൻ കുരിശിലേറുന്നതിൻ്റെ തലേ ദിവസം, ഇതാ എൻ്റെ മണവാട്ടിയിൽ നിന്ന് ഞാൻ അകലെ ആയിരിക്കണം, പക്ഷേ ഞാൻ അവളിൽ നിന്ന് ഒരിക്കലും മാറിയിരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ എന്താണ് ക്രിസ്തു ചെയ്തത്? സമ്പൂർണമായി തന്നെ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ പ്രിയപ്പെട്ട സഭയെ, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഞാൻ കീറി മുറിച്ച് നിങ്ങൾക്ക് തരികയാണ്. എന്തിനാണെന്നറിയാവോ? എനിക്കിനി ഒന്നും പിടിച്ചു വയ്ക്കുവാനില്ല, നിനക്ക് വേണ്ടി ഇതാ എൻ്റെ ശരീരം തന്നെ ഞാൻ കീറി മുറിച്ച് അത് തിന്ന് നീ പൂർണ്ണമായി എന്നിൽ ലയിച്ച് ചേരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ സ്നേഹം. സമ്പൂർണമായി നമ്മെ സ്നേഹിക്കുന്ന മണവാളൻ, ഒന്നും പിടിച്ചു വയ്ക്കാത്ത മണവാളൻ. വീണ്ടും നമ്മുടെ ശ്രദ്ധ നമ്മുടെ വിഷ്വലിലേക്ക്. വിശ്വസ്തനാണ് അവിടുന്ന്. എത്രയോ പ്രാവശ്യം അവിടുന്ന് സുവിശേഷത്തിലെ തിരുവചനങ്ങളിൽ എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. തൻ്റെ ശിഷ്യഗണത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരും. വീണ്ടും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പക്ഷേ ദൈവത്തെ, ഈശോയെ, നമ്മുടെ മണവാളനെ വിട്ട് നമ്മുടെ വഴിയെ പോയാലും നമ്മുടെ മണവാളൻ അവിശ്വസ്തനാണോ? നമ്മളെ വിട്ടു പോകുമോ? പോവുകയില്ല. ഞാൻ പലപ്പോഴും ഈ ചോദ്യം എൻ്റെ സെമിനാറിൽ ഞാൻ ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളാകാം, അല്ലെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാകാം. അവരുടെ സ്നേഹത്തിന് മാറ്റം ഒരുപാട് സംഭവിക്കത്തക്ക വിധത്തിൽ, സ്നേഹം തളർന്നു പോകത്തക്ക വിധത്തിൽ പല സാഹചര്യത്തിലൂടെ കടന്നു പോകും. പലപ്പോഴും ഒന്നീ ഭാര്യയാകാം ഭർത്താവാകാം പറയും, എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവ് ഞാൻ വിചാരിച്ചിരുന്നത് പോലെയൊന്നുമല്ല, അവരുടെ ജീവിതവും അവരുടെ പെരുമാറ്റവും എല്ലാം എൻ്റയർലി ഡിഫറൻ്റാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ തന്നെ ഒട്ടും താല്പര്യമില്ല എന്ന്. ഇങ്ങനെയുള്ളിടത്താണ് ഈ സ്വർഗീയ മണവാളൻ തൻ്റെ മണവാട്ടിയെ സ്നേഹിച്ച് നമ്മൾ ഓർക്കുക. ഇന്ന് സഭ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. സഭയെന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ ഒത്തിരിയേറെ തെറ്റുകൾ ചെയ്തു എന്ന് വിചാരിക്കുക. 2000 വർഷമായി. അപ്പോൾ ഈശോ 2000-ത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈശോ പറയുകയാണ്, ഞാൻ ഇവരെയും കൊണ്ട് മടുത്ത്, ഞാൻ ഇനി ഈ പരിപാടി അങ്ങ് നിർത്തി, ഇനി ഞാൻ ഈ സഭയും വേണ്ട മണവാട്ടിയും വേണ്ട, ഞാൻ സ്വർഗത്തിൽ എൻ്റെ കാര്യം നോക്കി അവിടെ അങ്ങ് ഇരുന്നോളാം എന്ന് പറയുമോ? ഇല്ല. പറയുമോ? ഇല്ല. ഇനി എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മണവാളൻ നമ്മളെ വിട്ടുപോവുകയില്ല. അത്ര വിശ്വസ്തനാ. അതാണ് ആ വിശ്വസ്തതയുടെ പ്രത്യേകത. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായി ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത സ്നേഹം. അതാണ് ആ ഗോഡ്സ് ലവ്. അതാണ് ആ ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഫലം ചൂടുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ ലവ്, ഫലദായകമായ സ്നേഹമാണ് അവിടുത്തെ സ്നേഹം. എങ്ങനെ? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ. അപ്പം നമ്മുടെ ഈ സ്നേഹം, ഈ മണവാളനുമായുള്ള നമ്മുടെ സ്നേഹം, ഈശോയുമായുള്ള നമ്മുടെ സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നതാണ്. എങ്ങനെയുള്ള ഫലമാണ് അത് പുറപ്പെടുവിക്കുന്നത്? നിത്യമായ ഫലം, നിത്യജീവനാകുന്ന ഫലം. നമ്മൾ എത്രത്തോളം ഈ മണവാളനുമായി ഇഴുകിച്ചേരുന്നുവോ അത്രത്തോളം നമ്മൾ നിത്യതയിൽ അതിൻ്റെ ആ മുന്നാസ്വാദനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഇറ്റ് ജനറേറ്റ്സ്. ആ സ്നേഹം ജനറേറ്റ് ചെയ്യുകയാണ്. ആ ഫലദായകം എന്താ ജനറേറ്റ് ചെയ്യുന്നത്? ഇറ്റേണൽ ലൈഫ്. അത് പുതിയ ഒരു സൃഷ്ടികളാക്കി നമ്മളെ മാറ്റുകയാണ്. നമ്മളൊരു പുതിയ ജന്മമെടുക്കുകയാണ്. നമ്മൾ പുതിയ സൃഷ്ടികളായി പുതിയ ഒരു ജന്മമെടുത്ത് നമ്മളിതാ പുത്തൻ മനുഷ്യരായി മാറുകയാണ്. അതാണ് ആ സ്നേഹത്തിൻ്റെ ഫലദായകമായ വശം. അപ്പോൾ ഈ 4 കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? ക്രിസ്തു തൻ്റെ മണവാട്ടിയെ സ്നേഹിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് പൗലോസ്ലീഹ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഭാര്യാഭർത്താക്കന്മാരെ, ഈ സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ പങ്കുവെക്കേണ്ടത്. ഈ സ്നേഹത്തിന് കുറവുകൾ വരുമ്പോഴാണ് കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ സ്നേഹം ചോർന്നു പോകുമ്പോഴാണ് ഇവിടെ സ്വാർത്ഥത കടന്നു വരുന്നത്. സ്നേഹത്തിന് പകരം ലസ്റ്റ്, പരസ്പരം ഉപയോഗിക്കുവാനുള്ള പ്രവണത, അതാണ് ശരിക്കും കുടുംബജീവിതത്തെ തകർക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം സമ്മർദ്ദങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, വളർന്നു വരുന്ന തലമുറയുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ലോകം മുഴുവനും പലതരത്തിൽ ഉള്ള തരം താഴ്ത്തപ്പെട്ട അവസ്ഥ. മനുഷ്യ ശരീരം വിവാഹം എന്ന ആ കൂദാശയെക്കുറിച്ച് തന്നെ വളരെ തരം താഴ്ത്തപ്പെട്ട അവസ്ഥയിൽ വിവാഹത്തിൻ്റെ ആ എന്താണ് യഥാർത്ഥ വിവാഹമെന്ന് മനസ്സിലാക്കാതെ വിവാഹിതരാകുന്ന അനേകായിരം ആളുകൾ വിവാഹിതരാണെങ്കിൽ പോലും ഒരേ കൂരയിൽ നീറിപ്പുകഞ്ഞ് ജീവിക്കുന്ന അവസ്ഥ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. ആ അവസരത്തിൽ ഇതാണ് നമുക്ക് ഏറ്റവും അധികം ശക്തമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുവാനുള്ളത്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങൾക്കത് സാധിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനെ ചുറ്റി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെഷൻ തുടരുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ ചോദിക്കാവുന്നതാണ്. സാർ, ചില ക്യാമ്പസുകളിലെ ഫ്രണ്ട് സർക്കിളുകൾക്കിടയിൽ പ്രീ മാരേജ് സെക്സ് ഒരു തെറ്റല്ല, ശരിയാണ് എന്നുള്ള വാദഗതിയും ചിന്തകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? വെരി ഗുഡ്. വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ തെറ്റാകുന്നു? പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം ഇതാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കോളേജുകൾ, ക്യാമ്പസുകളിൽ ഇത് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറിയിരിക്കുക. അപ്പോൾ പലപ്പോഴും യുവാക്കളല്ല യുവതികൾ പറയുന്നത്, ഐ ഹാവ് ദ ഫ്രീഡം, ഇറ്റ് ഈസ് മൈ ബോഡി, ഐ ഹാവ് ദ ഫ്രീഡം ടു ഡു വാട്ട് ഐ വാണ്ട് ടു ഡു വിത്ത് മൈ ബോഡി. എൻ്റെ ശരീരം ആരുമായി പങ്കുവെക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പങ്കുവെക്കണം, ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. സഭയല്ല, മാതാപിതാക്കളല്ല, ഗുരുഭൂതന്മാരല്ല. ഈ ഒരു ചിന്താഗതി നമ്മുടെ സെക്യുലർ കൾച്ചർ, അറിഞ്ഞോ അറിയാതെയോ പോണോഗ്രാഫിക് കൾച്ചറിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ തലമുറയെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് തന്നെയാണ് ഞാൻ ഇതിന് ഉത്തരം ചോദിക്കുന്നത്. സെക്ഷൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള പ്ലാൻ പ്രകാരമുള്ള സെക്ഷൽ യൂണിയൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ സെക്ഷൽ യൂണിയൻ 2 വ്യക്തികൾ തമ്മിൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. നമ്മളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ദ ലാംഗ്വേജ് ഓഫ് ദ ബോഡി, അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പലതും. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? സെക്ഷൽ യൂണിയനിൽ എന്താ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് എന്താ പറയുന്നത്? ബോഡി ലാംഗ്വേജിലൂടെ ഞാൻ സ്വതന്ത്രമായി, സമ്പൂർണമായി, വിശ്വസ്തയോടെ, ഫലദായകമായി എന്നെ തന്നെ സ്വയം ദാനമായി നിനക്ക് നൽകുന്നു. ഇതാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവർക്കും ഉത്തരം പറയാം. ഇല്ല. ഏതെങ്കിലും കാര്യങ്ങൾ അവിടെ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അവർ സ്വതന്ത്ര മനസ്സോടുകൂടിയാണ് എന്ന് പറയുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ അവർ സ്വതന്ത്രരല്ല. അവരവരുടെ ലസ്റ്റിന് അടിമപ്പെട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും നോക്കാം, അത് സമ്പൂർണമാണോ? അല്ല. സമ്പൂർണമല്ലാത്തത് എന്തുകൊണ്ടാ? അതൊരു സ്വയം ദാനമാണോ? അല്ല, സ്വയം ദാനമല്ല. അവിടെ എന്തൊക്കെയോ they are holding back. കാരണം ഇങ്ങനെയുള്ളവർ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കും.
അവർക്ക് അതിൻ്റെ ഫലം അത് ഫ്രൂട്ട്ഫുൾ ആകുവാൻ ഒരിക്കലും താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകളെ എപ്പോഴേലും ചിന്തിക്കുമോ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി ഒരു കുഴപ്പമില്ല, ഞാൻ കോളേജിൽ പഠിച്ചാലും ഞാൻ കുഞ്ഞുങ്ങളെയും വളർത്തിക്കൊണ്ട് കോളേജിൽ വരുമെന്ന് പറയുമോ അവരെ? ഇല്ല. നാച്ചുറലി ദേ വിൽ യൂസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ദേ ആർ ഹോൾഡിങ് ബാക്ക് സംതിങ്. എനിക്ക് എൻ്റെ ലെസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി സുഖം വേണം, പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളൊന്നും എനിക്ക് വേണ്ട. അതാണ് എപ്പിക്യൂരിയനിസം, ഹീഡനിസം, മെറ്റീരിയലിസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. വെറും ആ താൽക്കാലിക സുഖത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ലെസ്റ്റിന് അടിമപ്പെടുന്ന വ്യക്തികൾ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അത് ഫ്രൂട്ട്ഫുൾ അല്ല, അത് ടോട്ടൽ അല്ല, അത് വിശ്വസ്തമാണോ? അല്ല, അല്ല. വിവാഹത്തിന് മുമ്പ് അവർ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുവാൻ അവർ യാതൊരു മടിയുമില്ലെങ്കിൽ, ഞാൻ പറയുന്നു, സൈക്കോളജിസ്റ്റ് പറയുന്നു, വിവാഹത്തിന് ശേഷവും അവർ സ്വന്തം ഭാര്യയെ അല്ലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതകളും ടെൻഡൻസിയുമുണ്ട്. ദേ കനോട്ട് ബി ഫെയ്ത്ത്ഫുൾ. അപ്പോൾ അവരോട് തന്നെ വിശ്വസ്തരല്ല, അവരിനിയും വരാനിരിക്കുന്ന അവരുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഓർ വൈഫിനോടും അവർ വിശ്വസ്തരല്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. നമുക്കൊരു സമ്മാനം ഒരാൾ കൊണ്ട് തരികയാണെന്ന് വിചാരിച്ചു, മനോഹരമായിട്ടൊരു സമ്മാനം പൊതിഞ്ഞു തന്നു. നമ്മൾ എന്ത് ചെയ്തു? ആ സമ്മാനം ഓപ്പൺ ചെയ്തു, അത് ഉപയോഗിച്ചു. പിന്നീടാണ് ചിന്തിച്ചത്, ഇത് നമുക്കങ്ങ് തിരിച്ച് വേറൊരാൾക്കൊരു എന്തോ ഒരു പ്രത്യേക ഒക്കേഷൻ വന്നു, ഇത് തിരിച്ച് പൊതിഞ്ഞ് ആ ആളിന് ഈ സമ്മാനം കൊണ്ട് കൊടുത്തു. ആ ആളിന് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല ഈ സമ്മാനം ഇത് ആ പുള്ളിക്കാരൻ്റെ കയ്യിലിരുന്ന് അത് ഉപയോഗിച്ചതായിരുന്നോ അല്ലയോ എന്ന് മനസ്സിലായില്ല. എങ്കിലും നിൻ്റെ മനസാക്ഷിക്കനുസൃതമായിട്ട് നിനക്ക് അതിനെ കാണാൻ പറ്റുമോ? സ്വതന്ത്ര മനസാക്ഷിയോടുകൂടി എപ്പോഴും നിനക്ക് മനസാക്ഷി കുത്തുണ്ടാവും. അയ്യോ, ഞാൻ ഉപയോഗിച്ചതാണല്ലോ അവർക്ക് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഞാൻ യുവജനങ്ങളോട് പറയുന്ന ഒരു കാര്യം, ദ കോൺസെപ്റ്റ് ഓഫ് റീഗിഫ്റ്റിംഗ്. നിങ്ങൾ ആരുടെയോ വലിയ സമ്മാനമാകുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലെ ഭാര്യയ്ക്ക് നിങ്ങളൊരു റീഗിഫ്റ്റിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ആൽവിൻ, ഇത് വെറും നമ്മുടെ ഇമാജിനേഷനാണ് കേട്ടോ. ഇമാജിനേഷനിൽ ഇതാണ്, ആൽവിൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് വേറെ പലരുടെയും കൂടെ പലതരത്തിലുള്ള ശാരീരിക ബന്ധങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ ആൽവിൻ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. കുറച്ച് പറ. തീർച്ചയായും ഇല്ല, ഇഷ്ടപ്പെടത്തില്ല. ഇത് നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുന്നില്ല. ഈ യുവജനങ്ങളോട് എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാര്യ അല്ലെ ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമോ? ഇല്ല. അപ്പം നിങ്ങൾ ആരുടെയോ ഭാര്യയെ ആരുടെയോ ഭർത്താവിനെ നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ലെസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഈസ് നോട്ട് ലവ്, ദാറ്റ് ഈസ് ലെസ്റ്റ്. ഉത്തരം ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോടോ? നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിനും കൂടെ ഉള്ള അവസരം ഞാൻ തരാം. മാസ്റ്റർബേഷൻ ഒരു തെറ്റായ പ്രവണതയല്ല എന്ന ഒരു ചിന്താഗതി സമൂഹത്തിൽ ഉയർന്നു വരുന്നതായി കാണുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും അത് ഇന്നത്തെ പ്രശ്നമല്ല. ഇത് എക്കാലവും സെക്യുലർ കൾച്ചർ പറയുന്നു മാസ്റ്റർബേഷൻ അല്ലെ സ്വയംഭോഗം അത് ഒരു വ്യക്തി സ്വയമേ ചെയ്യുന്ന കാര്യമാണ്, അതിൽ വേറൊരാൾ ഇൻവോൾവ് അല്ല. അപ്പോൾ അതിനകത്തിൽ എന്ത് തെറ്റ്? അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഏതൊക്കെയോ സൈക്കോളജിസ്റ്റ് അതിനെ ന്യായീകരിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നു അതൊരു പ്രഷർ റിലീസിങ് ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ റിലീസിങ് മെക്കാനിസമാണ് ബോഡിയുടെ, അതുകൊണ്ട് അതിന് തെറ്റില്ല എന്നൊക്കെ അവർ പറയും. അത് അതിൻ്റെ സൈക്കോളജിക്കൽ വശം. നമ്മൾ കാണുന്നത് അതിൻ്റെ മൊറാലിറ്റി, അതിൻ്റെ മോറൽ ഡിസോർഡർ. ഒരു ആക്ട് മോറൽ ആകണമെങ്കിൽ അതിന് പല ആസ്പെക്റ്റുകൾ അതിനകത്തിൽ അടങ്ങിയിരിക്കണം. ഒന്ന്, മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആ ആളിൻ്റെ ആ ദൈവം കൊടുത്തിരിക്കുന്ന ലൈംഗികത, ആ കഴിവിനെ ഉപയോഗിക്കുകയാണോ ദുരുപയോഗിക്കുകയാണോ ചെയ്യുന്നത്? ദുരുപയോഗിക്കുകയാണ്. അതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു വ്യക്തി നമുക്കൊരു ശരീരത്തിലെ അവയവം തരുമ്പം ദൈവം അതിന് നമുക്കൊരു പ്രത്യേക പർപ്പസ് തന്നിട്ടാണ് തരുന്നത്. നമ്മുടെ കൈ രണ്ടും ഇവിടെ ദൈവം നമുക്ക് തന്നു.
നമ്മുടെ മൂക്ക് ഇവിടെ, നമ്മുടെ കണ്ണിവിടെ. അതിനൊരു പെർപ്പസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ ജെനിറ്റൽ ഓർഗൻസും ദൈവം തരുമ്പോൾ അതിന് അതിൻ്റേതായ വളരെ ആഴമായ ഒരു അർത്ഥം ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ മാസ്റ്റുർബേഷൻ അടിമപ്പെട്ട വ്യക്തികൾ അത് ദുരുപയോഗിക്കുക ചെയ്യുന്നത്. 1. 2, ഒരു ഈ സെക്ഷ്വൽ യൂണിയൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ടോ അവിടെ ഒരു യൂണിയൻ്റെ ആസ്പെക്റ്റേ വരുന്നില്ല. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രധാനമായിട്ടുള്ള ഫ്രെയിം എന്ന് പറയുന്നത് പ്രൊക്രിയേറ്റീവ് ആൻഡ് മാരിറ്റീവ്. അവിടെ യൂണിയൻ വേണം. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ടു പ്രൊക്രിയേഷൻ. അവിടെ ഏതെങ്കിലും എലിമെന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നോ? ഈസ് ഇറ്റ് ഫ്രൂട്ട്ഫുൾ? ഫെയ്ത്ത്ഫുൾ? ടോട്ടൽ? അപ്പൊ ഏത് എലിമെന്റ് അതിൽ നിന്ന് മിസ്സാകുന്നോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ഫ്രെയിം. അവിടെയാണ് മൊറാലിറ്റി ഡിസോർഡർ ഉള്ളത്. അപ്പോൾ തെറ്റും ശരിയും ഈ മൊറാലിറ്റി ഡിസോർഡറിലാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതൊരു വളരെ സത്യാവസ്ഥയാണ്. ധാരാളം ആളുകൾ ഇതിന് വിധേയപ്പെട്ട് ഇതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഇതാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതിനെ പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തി അയച്ച് നമുക്ക് വലിയ കൃപ തരും. റോമൻസ് 8:11. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാ. നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിന്നിലുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ ഏത് ചീഞ്ഞളിഞ്ഞ, തകർന്നടിഞ്ഞ, അല്ലെങ്കിൽ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏതവസ്ഥയ്ക്കും പുതുജീവൻ നൽകുവാൻ ശക്തമാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ അവർക്ക് വേണ്ടി ആവസിപ്പിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ അവരെ നമ്മൾ കുറ്റം പറഞ്ഞ് അവരെ വിധി എഴുതി നമ്മൾ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ഈ ബോധ്യം കൊടുത്ത് സത്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ പ്രാർത്ഥന പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനോടുള്ള നിരന്തരമായ ആ സഹവാസത്തിൽ ഈ ബന്ധനത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. TOB പഠന പരമ്പരയിലെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വിവാഹത്തിൽ ഉള്ള കൺഫ്യൂഷൻ, സഭയോടും ക്രിസ്തുവിനോടുമുള്ള കൺഫ്യൂഷൻ ആയി മാറുന്നത് എങ്ങനെ, വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എങ്ങനെ കൂടുതൽ സ്നേഹമായിട്ട് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കും, എന്താണ് വിവാഹത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം തുടങ്ങിയ അനേക ചോദ്യങ്ങളുമായി, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായി അടുത്ത എപ്പിസോഡ് കാത്തിരിക്കുക. വിവാഹത്തെക്കുറിച്ച് John Paul II's Theology of the Body.